വടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സഹായകരമാകുന്ന വലിയ നടപടിയിലേക്ക് പോകുന്നു. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുത്ത സർക്കാർ നടപടി 17 കോടി രൂപ കൂടി അധികമായി സർക്കാർ നൽകണം എന്നതിലേക്ക് നീങ്ങുന്നു. ഹൈക്കോടതി രജിസ്ട്രിയിൽ തുക നിക്ഷേപിക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശം. 549 കോടി ഭൂമി ഏറ്റെടുത്ത് സർക്കാരിന് മുമ്പോട്ട് പോകാമെന്ന് നേരത്തെ തന്നെ കോടതി സൂചിപ്പിച്ചതാണ്. പക്ഷേ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ മുമ്പോട്ട് വച്ചിരുന്നത്. 549 കോടി രൂപ നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിന് തിരിച്ചടിയാണോ ലഭിക്കുന്നത്? ഉമേഷ്, പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ല അജിംഷാദ്. ഈ 549 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം. ആ ആവശ്യം പിന്നീട് പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്. അതിൽ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട്. വാദം കേട്ട ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവെന്ന നിലയിലാണ്, അതായത് സർക്കാർ നേരത്തെ കെട്ടിവെച്ച 26.5 കോടി രൂപ അതിനേക്കാൾ 17 കോടി കൂടി അധികം നൽകണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 26 കോടി രൂപയേക്കാൾ 17 കോടി കൂടി അധികം കെട്ടിവെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം 549 കോടി രൂപ നൽകണം എന്നുള്ളതാണ്. അതായത് നിലവിൽ ഈ സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്ക് തീരുമാനിച്ച 26.51 കോടി രൂപ അത് തീരെ കുറവാണ്. ഭൂമിയുടെ ന്യായവില കണക്കാക്കുമ്പോൾ ഉയർന്ന നഷ്ടപരിഹാര തുകയ്ക്ക് അർഹതയുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ 549 കോടി രൂപയെങ്കിലും നൽകണം എന്നുള്ളതാണ് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ന്യായവില കണക്കാക്കുമ്പോൾ അത്രയും വരും. അതായത് ഈ എസ്റ്റേറ്റിലെ തേയില ചെടികൾക്ക് 82 കോടി രൂപയും ഫാക്ടറി കെട്ടിടങ്ങൾക്ക് 20 കോടി രൂപയും ഒക്കെ മൂല്യം വരും. അതിനു പുറമെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്. ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ 549 കോടി രൂപയുടെ മൂല്യം വരുമെന്നൊക്കെയാണ് എസ്റ്റേറ്റ് ഉടമകൾ നേരത്തെ വാദിച്ചിരുന്നത്. എന്നാൽ സർക്കാർ അതിന് മറുപടിയായി പറഞ്ഞത് സമീപകാലത്ത് നടന്ന 10 ഭൂമി ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ തുക നിശ്ചയിച്ച് അത് കെട്ടിവെച്ചത് എന്നുള്ളതാണ്. ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കെട്ടിവെച്ച ശേഷമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രി അവിടെ തറക്കല്ലിട്ടത്. ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. അതിനുള്ള നഷ്ടപരിഹാര തുക എന്നുള്ള നിലയിലാണ് 26.51 കോടി രൂപ കെട്ടിവെച്ച ശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. അത്തരത്തിൽ ഈ മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും ഇനിയും മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. അതായത് ഈ 549 കോടി രൂപ നഷ്ടപരിഹാരം എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഒരു തടസ്സവുമില്ല എന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ അങ്ങനെ ഉപാധികളോടെ പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നടപടികളിലേക്ക് നീങ്ങാനാകൂ അല്ലേ? അതെ, അത് ഈ സിവിൽ കേസ് നിലവിലുള്ളത് കൊണ്ട് തന്നെ ആ നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ നൽകിയ 26.51 കോടിയാണെങ്കിലും ഇപ്പോൾ അധികമായി നിക്ഷേപിക്കാൻ പറഞ്ഞ 17 കോടി രൂപയാണെങ്കിലും ഇതെല്ലാം ഹൈക്കോടതി രജിസ്ട്രിയിലാണ് നിക്ഷേപിക്കുക. രജിസ്ട്രിയുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. അതിനുശേഷം കോടതി പറയുന്ന മുറയ്ക്ക് മാത്രമേ അത് എസ്റ്റേറ്റ് ഉടമകൾക്ക് പിൻവലിക്കാൻ കഴിയൂ. അത് ഉപാധികളോടെ പിൻവലിക്കുന്നതിന് തടസ്സമില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിൽ കോടതിയാണ് തീരുമാനം പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉയർന്ന തുക, ഭീമമായ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ആണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ആവശ്യത്തിൽ അന്തിമ തീരുമാനം ഇപ്പോഴും കോടതി എടുത്തിട്ടില്ല. അത് വിശദമായ വാദം കേൾക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷേ ഇന്നത്തോടെ കോടതി അടയ്ക്കുകയാണ്, വെക്കേഷൻ ആരംഭിക്കുകയാണ്. ഈ വെക്കേഷൻ കാലത്ത് 2 ദിവസങ്ങളിൽ കോടതി പ്രവർത്തിക്കും. ആ ദിവസങ്ങളിൽ വാദം കേൾക്കും. അതല്ല ഇത് കഴിഞ്ഞാണോ വാദം കേൾക്കുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അതിലൊരു വ്യക്തത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വിശദമായ വാദം കേട്ട ശേഷം മാത്രമേ ഈ 549 കോടി രൂപ നഷ്ടപരിഹാരം നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനമെടുക്കൂ. ഇപ്പോൾ തൽക്കാലത്തേക്കൊരാശ്വാസം, എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾക്ക് താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അവർ ആദ്യം പറഞ്ഞ 26.51 കോടി രൂപ തീരെ കുറവാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് അല്പം കൂടി കൂടുതൽ ലഭിക്കാൻ നിലവിൽ കോടതിയുടെ ഉത്തരവ് കൊണ്ട് സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് 17 കോടി രൂപ കൂടി അധികമായി ലഭിക്കും. അതും പക്ഷേ നേരിട്ടല്ല, ഹൈക്കോടതിയുടെ രജിസ്ട്രിയിൽ നിക്ഷേപിക്കാനാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അജിംഷാദ്.